എന്തൊക്കെയുണ്ട്? സുഖമാണോ എല്ലാവരും? ഞാനിന്ന് ഭയങ്കര മൂഡ് ഓഫാണ് കേട്ടോ. ഞാനതാ ഓൺലൈനിൽ വന്നത്. ഓൺലൈനല്ല, റെക്കോർഡ് ചെയ്യുന്നത്. ഞാൻ കുറേ സ്ഥലത്ത് ജോബിന് വേണ്ടി അപ്ലൈ ചെയ്തു. അപ്പോൾ ഇൻ്റർവ്യൂസൊക്കെ കുറേ അറ്റൻഡ് ചെയ്തായിരുന്നു. ഓൺലൈൻ ഇൻ്റർവ്യൂസാണ്. പക്ഷേ മെജോറിറ്റി സ്കൂളുകളും അവർ വോക്കൽ ഇൻ്റർവ്യൂ ആണ് വിളിക്കുന്നത്. നേരിട്ട് പോയി ഇൻ്റർവ്യൂ ചെയ്യാനുള്ള ഒരു അവസ്ഥയിലല്ല. കാരണം ഇവിടെ നിന്ന് വിടത്തില്ല. ഇവിടെ ലീവ് ചോദിക്കുകയാണെങ്കിൽ ഓരോരോ കാരണങ്ങൾ പറഞ്ഞിട്ട് ഇൻഫോർമറി ഉണ്ടല്ലോ, അവിടെ പോയി ബോഡി ചെക്കപ്പൊക്കെ ചെയ്തിട്ട് ഡോക്ടർ പറയുകയാണെങ്കിൽ മാത്രം ലീവ് എടുത്താൽ മതി. ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. അല്ലാതെ ഞങ്ങൾക്ക് എന്തെങ്കിലും റീസൺ പറഞ്ഞിട്ട് ലീവ് തരാം അങ്ങനെ ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ അതിനുള്ള ഫെസിലിറ്റീസ് ഞങ്ങൾക്ക് തരണം. ഇതിപ്പം സാലറി ഇത്ര പറഞ്ഞിട്ട് ഒരു നല്ലൊരു എമൗണ്ട് അവർ അതിൽ നിന്ന് പിടിക്കുന്നുണ്ട്. പിന്നെ എന്ത് സേവിങ്സാണുള്ളത്? പുറമേ കാണുമ്പോൾ അവൾ നല്ല വലിയ സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്, എല്ലാം ഉണ്ട്, കേംബ്രിഡ്ജാണ്. പക്ഷേ ഇതാണ് അവസ്ഥ. ഞാൻ കേംബ്രിഡ്ജിൽ ഈ വർഷം ആദ്യമായിട്ടാണ്, ഞാൻ 1 ഇയർ കംപ്ലീറ്റ് ചെയ്തു. പക്ഷേ എനിക്ക് ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു, ഇനിയും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ മെൻ്റൽ പീസ് എന്ന് പറയുന്നത്, ഞാൻ പേഴ്സണലി ഹാപ്പിയാണ്. പിന്നെ സാലറിയുടെ കാര്യത്തിൽ നല്ല സങ്കടമുണ്ട്. എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്നില്ല. ചില സമയത്ത് മടുത്തു എന്നൊക്കെയുള്ളൊരു മെൻറ്റാലിറ്റിയൊക്കെ വരുന്നുണ്ട്. അറിയാലോ, ഒരു മനുഷ്യന് മടുത്തു എന്ന് തോന്നുമ്പോൾ എത്രത്തോളം നമ്മളെ ചിന്താഗതി പോകുമെന്നുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള തോന്നൽ ചില സമയത്തൊക്കെ വരുന്നുണ്ട്. ഡിപ്രഷൻ സ്റ്റേജിലൊക്കെ വരുന്നുണ്ട് ഞാൻ. എന്താണെന്നറിയത്തില്ല, ഒറ്റയ്ക്കുള്ള ലൈഫ് വല്ലാണ്ടങ്ങ് അലട്ടുന്നുണ്ട് എന്നെ. പിന്നെ മോള് കൂടെ ഉണ്ട്. അപ്പോൾ അവളെ കാര്യങ്ങൾ നോക്കണം. മൊത്തത്തിലൊരു ടെൻഷനുണ്ട്, ഫ്യൂച്ചർ എന്താവും എന്നൊക്കെയുള്ളൊരു ടെൻഷൻ. അപ്പോൾ ഞാനിപ്പം ജോലി ഒരുപാട് നോക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും സർവൈവ് ചെയ്തല്ലേ പറ്റൂ. അപ്പോൾ ഒന്നും ശരിയാവുന്നില്ല. അതാണ് ശരിക്കും സങ്കടം വരുന്നത്. എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയാൻ വയ്യ. ഞാൻ ശ്രമിക്കുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. ഞാൻ എല്ലാത്തിലും ശ്രമിക്കുന്നുണ്ട്. ഇൻഡീഡ്, നോക്കറി, പിന്നെ അതുപോലെ ഇൻ്റർനാഷണലി ഒക്കെ ശ്രമിക്കുന്നുണ്ട്. അബ്രോഡ് പോകാനും ഒക്കെ നോക്കുന്നുണ്ട്. ഒരു സ്ഥലത്ത്, ഞാൻ പ്ലേസ് ഒന്നും പറയുന്നില്ല, ഒരു സ്ഥലത്ത് എനിക്ക് കിട്ടിയതാണ്. അതായത് ഒരു ഗൾഫ് കൺട്രിയാണ് എനിക്ക് കിട്ടിയതാണ്. പക്ഷേ സാലറി ആയിരുന്നു പ്രശ്നം. അവരുടെ ഇൻ്റർവ്യൂ ഒക്കെ ഞാൻ അറ്റൻഡ് ചെയ്തായിരുന്നു. അവിടെയും മലയാളികളൊക്കെ ഉണ്ട്. ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തു. പക്ഷേ പ്രശ്നമെന്ന് വെച്ചാൽ അവർ സാലറി, നമ്മൾ പുറത്ത് പോകുന്ന എന്തിനാണ്, സാലറിയാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ സാലറി 50% ഉള്ളൂ. അപ്പോൾ അത് കേട്ടപ്പോൾ ശരിക്കും സങ്കടം വന്നു. ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഇത്രയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു എങ്ങും എത്താത്തതുപോലെ, ഇത്രയും കഷ്ടപ്പെട്ടിട്ടും വീണ്ടും വീണ്ടും എങ്ങും എത്താത്തതുപോലെ വല്ലാത്തൊരു സങ്കടം തോന്നുകയാണ് ശരിക്കും. ആരോടും ഒന്നും തുറന്ന് പറയാൻ പറ്റുന്നില്ല. ആരെ കേൾക്കാനാ? എല്ലാവർക്കും അവരവരുടെ ലൈഫാണ്. പുറമേ കാണുമ്പോൾ സൂപ്പർ, പക്ഷേ ഞങ്ങളുടെ വിഷമം നമുക്കല്ലേ അറിയൂ. ശരിക്കും ഞാൻ കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ ഞാൻ ശ്രമിക്കുന്നതിനനുസരിച്ച് എനിക്കൊന്നും ഒരു നല്ലൊരു ഔട്ട്കം കിട്ടുന്നില്ല. എന്താ ചെയ്യേണ്ടതെന്നൊരു പിടിയും കിട്ടുന്നില്ല. ഞാൻ കുറേ ശ്രമിക്കുന്നുണ്ട്, ഇനിയും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇതിനിടയിൽ പാർട്ട് ടൈം നോക്കുന്നുണ്ട്. ഇല്ലാത്ത കുറേ ആപ്പുകളൊക്കെ നോക്കുന്നുണ്ട്. അതിലൊക്കെ ഇങ്ങനെ ഓൺലൈൻ ജോബ് എന്നൊക്കെ പറഞ്ഞ് നോക്കുന്നു. പക്ഷേ അതൊന്നും നമുക്ക് പറ്റിയതല്ല. കുറേയൊക്കെ ഫേക്കാണ്, കുറേയൊക്കെ നല്ലതാണ്. പക്ഷേ ഒന്നും ശരിയാവുന്നില്ല. നമുക്ക് 10 20 കിട്ടിയാൽ പോരല്ലോ. മോള് വലുതായി, അവൾക്ക് 14 വയസ്സായി. അപ്പോൾ അവളുടെ പഠിത്തം, അവളുടെ കാര്യങ്ങൾ, പഠിത്തം മാത്രമല്ലല്ലോ, ഒരു പെൺകുട്ടിയായ അവൾക്ക് ഒരുപാട് ആവശ്യങ്ങളില്ലേ. അപ്പോൾ ആ ആവശ്യങ്ങളെല്ലാം ഞാൻ നിറവേറ്റി കൊടുക്കണ്ടേ. പിന്നെ അവൾക്കുള്ള സേവിങ്സ് വേണ്ടേ. ഭാവിയിൽ അവൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഞാനല്ലേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ചെയ്ത് കൊടുക്കണ്ടേ. അപ്പോൾ ഒക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര ടെൻഷൻ ആവുന്നുണ്ട്. പിന്നെ സ്കൂളിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മെൻ്റലി ഞാൻ ഹാപ്പിയാണ്. പക്ഷേ വർക്ക് ലോഡും ഒക്കെ ഉണ്ട്. അവിടെ നിന്ന് വരുന്നത് തന്നെ ചിലപ്പോൾ രാത്രിയിലായിരിക്കും. ഒക്കെ ശരിയാണ്. പക്ഷേ നമുക്ക് സാലറി ഉണ്ടെങ്കിൽ നമുക്ക് എത്ര ആണെങ്കിലും ജോലി ചെയ്ത് കൊടുക്കാമല്ലോ. അതിലൊന്നും ഒരു പ്രശ്നവുമില്ല.
പക്ഷേ സാലറി ഇല്ല. അതൊക്കെയാണ് സങ്കടം വരുന്നത്. പറയുന്ന സാലറിയിൽ നിന്ന് അവർ ഒരുപാട് ഡിഡക്റ്റ് ചെയ്യുന്നുണ്ട്. ഞാനൊരിക്കലും മാനേജ്മെൻറ്റിനെ കുറ്റം പറയത്തില്ല. പക്ഷേ നമ്മൾ ചെയ്യുന്ന ജോലിക്ക് അതിനുള്ള കൂലി, അതിപ്പോൾ നമ്മൾ എവിടെ പോയാലും നമ്മൾ ഒരു കൂലിപ്പണി ചെയ്താൽ തന്നെ നമ്മൾ എന്ത് പണി ചെയ്യുന്നോ അതിനനുസരിച്ച് കൂലി നമുക്ക് കിട്ടണമല്ലോ. അന്നന്നുള്ള ആഹാരം കഴിക്കണം. തിരിച്ച് വീട്ടിൽ വരുമ്പോൾ വീട്ടിലുള്ള മക്കൾക്ക് ആഹാരം കൊണ്ട് കൊടുക്കണം. അപ്പോൾ അതൊക്കെ ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചുള്ള കൂലി നമുക്ക് തരണ്ടേ. അപ്പോൾ അതില്ലെങ്കിൽ നമുക്ക് മനസ്സിന് സന്തോഷം തോന്നുമോ? തോന്നില്ല. അപ്പോൾ ഇതൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് റെക്കോർഡ് ചെയ്യുന്നത്.